നിങ്ങൾ ആരോടാ മത്സരിക്കുന്നത്? നിങ്ങളുടെ അയൽക്കാരനോടോ, സുഹൃത്തിനോടോ, അതോ ബന്ധുവിനോടോ, അതോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റുള്ളവരോടോ? മക്കളെ, ജീവിതത്തിൽ വിജയിക്കാനായിട്ട് മറ്റുള്ളവരോട് മത്സരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ മത്സരിക്കേണ്ടത് നമ്മുടെ ഇന്നലകളോടാണ്. നിങ്ങൾ മറ്റൊരാളുമായിട്ട് നിങ്ങളെ താരതമ്യം ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. നമ്മളെന്തിനാ വേറുള്ള ആളുകളിലേക്ക് നോക്കുന്നേ? എന്നെക്കാട്ടിലും സൗന്ദര്യം അവർക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ എന്നെക്കാട്ടിലും കഴിവ് അവർക്ക് കൂടുതലാണ്, അവർക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, എനിക്കതില്ലല്ലോ. നമ്മളിങ്ങനെ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ മക്കളെ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ മത്സരിക്കേണ്ടത് നമ്മുടെ ഇന്നലകളോടാണ്. ഇന്നലത്തെക്കാട്ടി മികച്ച വ്യക്തികളായി നമ്മൾ ഇന്ന് മാറണം. ഇന്നത്തെക്കാട്ടി മികച്ച വ്യക്തിയായിട്ട് നാളെ മാറണം. അതിനേക്കാൾ മികച്ച വ്യക്തിയായിട്ട് അടുത്ത ദിവസം മാറണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 1% ചേഞ്ച് ഡെയിലി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. 1% ചേഞ്ച് നമ്മൾ ഡെയിലി കൊണ്ടുവരുമ്പോൾ 365 ഡേയ്സ് കൊണ്ട്, 365 ദിവസം കൊണ്ട് നമ്മുടെ ലൈഫ് തന്നെ മാറും. ആളുകൾ നമ്മളെ നോട്ടീസ് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ വരും. ഇപ്പോൾ നമ്മുടെ 365 ഡേയ്സ് മോർണിംഗ് മോട്ടിവേഷൻ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2 മാസങ്ങൾ വിജയകരമായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് ഓരോ ദിവസവും ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കാണ്, ശരിയല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഇന്ന് നിൽക്കുന്ന ലെവലിൽ നിന്നും എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാം. അല്ലാതെ നമ്മൾ കൂടെയുള്ള ആളുകളെ നോക്കിയിട്ട് അയ്യോ മറ്റുള്ളവരെന്താ ചെയ്യുന്നത്, അവർ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്നെക്കാട്ടിയും ഒരുപാട് കഴിവുള്ളവർ ഈ മേഖലയിലുണ്ട്, എനിക്ക് ശോഭിക്കാൻ പറ്റുന്നില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത്, പലരും വിജയിക്കാനായിട്ട് ഇപ്പോൾ പലതും ചെയ്തു നോക്കും. അവർക്ക് സക്സസ് കിട്ടാതെ വരുമ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ എന്തും പറയുക. നിങ്ങൾ കണ്ടിട്ടില്ലേ ഓരോ കമൻസ് ഒക്കെ ആൾക്കാരിടുന്നത്? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, വിഷമിപ്പിക്കുന്ന രീതിയിൽ വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയുക. മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കാം, സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നവരെ എങ്ങനെ വലിച്ച് താഴത്തേക്കിടാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. അവനവൻ്റെ കഴിവിലാണ് നമ്മൾ ഉയർന്നു വരേണ്ടത്. ഓരോ മനുഷ്യരും ചിന്തിക്കുക, എനിക്ക് എന്ത് സ്കില്ലാണുള്ളത്, എനിക്ക് എന്ത് കഴിവാണുള്ളത്. ആ കഴിവിനെ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മൾ ആ കഴിവിനെ വികസിപ്പിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. ഈ ഇടയ്ക്ക് ഞാനൊരു കമൻറ്റ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുജാർ മോഹൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, എല്ലാ ദിവസവും ഫ്രീ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് അസൂയ മനോഭാവത്തിൽ വളരുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. പലർക്കും അറിയില്ല എന്താണ് നെഗറ്റിവിറ്റി, എന്താണ് പോസിറ്റിവിറ്റി. നിങ്ങൾ സിൽവർ ക്ലാസ്സിലേക്ക് വരൂ, അവിടെ ആദ്യം ടീച്ചർമാർ പഠിപ്പിക്കുന്ന ബാലപാഠം അതാണ്. പോസിറ്റിവിറ്റിയിൽ ജീവിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നെഗറ്റിവിറ്റിയിൽ ജീവിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ക്ലാസ്സാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഹരിശ്രമ ഇനി നമുക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഓഗസ്റ്റ് 3-ാം തീയതിയാണ് സിൽവർ ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കുട്ടികൾക്കുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പ്രാവശ്യത്തിനെക്കാട്ടിയും കുട്ടികൾ ഇത്തവണ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും സത്യം മാത്രമേ വിജയിക്കൂ, നന്മ മാത്രമേ വിജയിക്കൂ. ആരിനി എന്തൊക്കെ പറഞ്ഞതുകൊണ്ടും സത്യമെന്ന് പറയുന്നത് ഒരിക്കലും സത്യത്തെ മറച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും നോക്കി ജീവിക്കരുത്. ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്ന പൊട്ടത്തരങ്ങൾ പറയുന്ന സമയത്ത് നമ്മളത് കേട്ട് വിശ്വസിച്ച് അതിനനുസരിച്ച് പോകാതെ, നമുക്കൊരു ഒരു യുക്തിയുണ്ട്, നമുക്കൊരു ചിന്തയുണ്ട്, നമുക്ക് ഒരു ബോധമുണ്ട്. ആ ബോധത്തിൽ നിന്ന് ചിന്തിക്കാം. മറ്റുള്ള ആരോടും നിങ്ങൾ മത്സരിക്കാൻ പോകാതെ അവനവനിലേക്ക് നോക്കുക. ഞാനെന്ന വ്യക്തി എവിടെയാണ് നിൽക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ സമൂഹത്തിന് എന്ത് നന്മ ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ പോസിറ്റീവായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാം. അല്ലാതെ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടോ റോസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാരെ ചതിച്ചുകൊണ്ടോ വഞ്ചിച്ചുകൊണ്ടോ അല്ല നമ്മൾ ധനം ഉണ്ടാക്കേണ്ടത്. നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ധനം സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ വരണം. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി, നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് എഴുതുക. നിങ്ങൾ ആരോടെങ്കിലും അങ്ങനെ ഒരു മത്സര ബുദ്ധി വെക്കുന്നുണ്ടോ? ആരോടെങ്കിലും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണോ? മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ ചെയ്ത് എന്നെ കാണാൻ കൊള്ളത്തില്ല,
അതുപോലെ എനിക്ക് കഴിവില്ല, എനിക്ക് ആരും സപ്പോർട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. എന്നിട്ട് അത് മാറ്റാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ എടുക്കും എന്നുള്ളതും വ്യക്തമായിട്ട് എഴുതി വെക്കുക. മക്കളെ, മൈക്കൽ ജോർദാൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ ബാസ്കറ്റ് ബോൾ കളിക്കണമെന്ന് അദ്ദേഹത്തിന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ബാസ്കറ്റ് ബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ പലപ്പോഴും തനിക്ക് അദ്ദേഹത്തിന് അതിൽ കഴിവില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം മറ്റുള്ളവരോട് കമ്പാരിസൺ ചെയ്യാൻ പോയില്ല, മറ്റുള്ളവരുടെ കഴിവുകൾ നോക്കി വിഷമിച്ചിരുന്നില്ല, അദ്ദേഹം ആരെ നോക്കിയും അസൂയ പൂണ്ടില്ല. അദ്ദേഹം ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ തന്നെ ഇമ്പ്രൂവൈസ് ചെയ്തുകൊണ്ടിരുന്നു. ദിവസേനയുള്ള പ്രാക്ടീസുകൾ വർദ്ധിപ്പിച്ചു, മനസ്സിൻ്റെ പവർ കൂട്ടി, ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെയാണ് ലോകം അറിയപ്പെടുന്ന ബാസ്കറ്റ് ബോൾ താരങ്ങളിൽ ഒരാളായി മാറിയത്. അവനവനിലേക്ക് ഫോക്കസ് കൊടുക്കുക, അവനവനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുക. നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കി ജീവിക്കാതെ അവനവനിലേക്ക് നോക്കി ജീവിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ഇമ്പ്രൂവൈസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ടീച്ചറമ്മ എന്ന വ്യക്തി ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അതിശക്തമായിട്ട് മുന്നോട്ട് പോയി നിങ്ങൾക്കും ജീവിച്ച് കാണിച്ചു തരികയാണ്. ലൈഫിലൊരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പോസിറ്റീവായിട്ടിരിക്കണം, എങ്ങനെ ഹാപ്പി ആയിരിക്കണം, എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ടീച്ചറമ്മ നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ എൻ്റെ മക്കൾ നല്ല സന്തോഷമായിരിക്കുക, മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി സൂക്ഷിക്കുക. എത്രത്തോളം ചിരിക്കാൻ പറ്റുമോ നിങ്ങൾ ചിരിക്കണം. അപ്പോൾ ടീച്ചറമ്മ എന്നും ചിരിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. എൻഡ് ഓഫ് ദ ലൈഫ് വരെ എന്നും ആ ഒരു ഹാപ്പിനെസ്സിൽ തുടരുക തന്നെ ചെയ്യും. എൻ്റെ മക്കൾ നല്ല സന്തോഷമായിട്ടിരിക്കുക, ജീവിതത്തിൽ അനുനിമിഷം എനിക്ക് ഉയർച്ച ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ആരൊക്കെ കല്ലെറിഞ്ഞാലും, ആരൊക്കെ ക്രിട്ടിസൈസ് ചെയ്താലും, ആരൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും ഞാൻ തളരില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എൻ്റെ ഒരു രീതിയുണ്ട്. അതായത് ഒരു മനുഷ്യൻ ഒരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാർ എറിയുന്ന കല്ലുകൾ ഞാൻ പെറുക്കിയെടുത്ത് എൻ്റെ വിജയസോപാനം തീർക്കും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഓരോ വെല്ലുവിളികൾ വരുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളവർ മാത്രമാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളാരും ഒന്നും ടച്ച് ചെയ്യില്ല. നിങ്ങൾക്ക് സ്കൈ ഈസ് യുവർ ലിമിറ്റ്. അത്രയും പവറുണ്ട്, നിങ്ങളുടെ ഉപബോധ മനസ്സിന് അത്രയും ശക്തിയുണ്ട്. ടീച്ചറമ്മയുണ്ട് മക്കളെ നിങ്ങളുടെ കൂടെ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാച്ച ബൈ ബൈ, ലവ് യു.